തരരരിരാരി, തരരരരാരി. അരികിൽ വരാമോ പെൺകൊടി നീ. ഈ മനുഷ്യന് നാണമില്ലേ? ഇതൊരു അത് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടടി പ്രിയന്റെ ഒറ്റ ആക്കാ പറഞ്ഞല്ലോ. പാട്ട് എങ്ങനെ വേണമെങ്കിൽ ബിജിയും ചെയ്തു. പക്ഷെ ഇപ്പൊ വായിക്കുക സജിൻ ഇത് ഇങ്ങനെ തന്നെ വരണം. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പി. അത് കഴിഞ്ഞിട്ടൊരു ബിറ്റ് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരുന്നത്. തിരിയിട്ട് കൊളുത്തിയോ. അത് ഷിബു കലക്കി. തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ. മഹാഗണപതി എന്ന് പറഞ്ഞ തീരം തേടുമോളം പ്രേമഗീതങ്ങൾ ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. ശ്രുതി പിടിക്കുന്ന പോലെ ടാ 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 ടാ. അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴും. കുണുക്ക് വിട്ട് വിൻരഥം. രഥത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുണുക്കുകളുണ്ട്. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പാട്ടിൽ കല്ലുകടി ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടായിരുന്നു ആ പാട്ടിൽ. പൊരിഞ്ഞടി. പ്രിയന്റെ കെട്ടിപ്പിടുത്തത്തിനൊക്കെ സ്നേഹം ഇത്തിരി കൂടുതലില്ലേന്ന്. കാരണം അടുത്ത പാര വരണുണ്ടായിരുന്നു. വെള്ളമഞ്ഞിന്റെ തട്ടമിട്ടൊരു പെൺകിടാവ് പോൽ താഴ്വരാ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഔസേപ്പച്ചൻ സാറും ഷിബു ചക്രവർത്തി സാറുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ഒരുപാട് കോംബോ പാട്ടുകൾ ഇഷ്ടമാണ്. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഷിബു ചേട്ടൻ്റെ പാട്ടുകളിൽ പാടവും ഒരുപാട് പ്രകൃതി വർണ്ണനയൊക്കെ കിടപ്പുണ്ട്. അത് പാടം പൂത്ത കാലം കണ്ണൂർ രാജൻ സാർ ചെയ്തു. അതേപോലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, അത് രവീന്ദ്ര മാഷുമായിട്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ. സൂപ്പർ പാട്ടാണ്. നൊസ്റ്റാൾജിയ മലയാളിക്ക് ഉണ്ടാക്കുന്ന പാട്ടുകളിൽ പ്രമുഖ സ്ഥാനത്തിൽ തന്നെ ഒരു പാട്ടാണ് ഓർമ്മകളോടി കളിക്കുവാൻ. ആ ലിറിക്സ് കിട്ടുന്ന സമയത്ത് സാറിന് തോന്നിയ ഒരു എന്തായിരുന്നു ആ പാട്ടിന് പിന്നിലെന്ന് ഓർക്കാവോ? ലിറിക്സ് കിട്ടുന്ന നേരത്ത് ഒരു ആശ്വാസമാണ്. കാരണം ട്യൂൺ ഉണ്ടാക്കി മടുത്തു. എത്ര ട്യൂൺ ഉണ്ടാക്കുക. ഇതിനേക്കാൾ നല്ല ട്യൂണൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ കേൾക്കുന്ന ഇത് സെലക്ട് ചെയ്യുന്നതിന്റെ സംവിധായകൻ നല്ല അടിപൊളി സംവിധായകനാണ് പ്രിയദർശൻ. അദ്ദേഹം പാട്ട് പിക്ചറൈസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടേണ്ട, അദ്ദേഹത്തിന് ഈ ട്യൂൺ വെറുതെ മൂളുമ്പോൾ അതിൻ്റെ അകത്തൊരു വരികളില്ലാത്ത കാരണം ഇത് ഞാനിങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുക. ഒരു തരത്തിൽ നമുക്കൊരു ഫെഡപ്പാവില്ലേ. ആ ഒരു സിറ്റുവേഷനിൽ ഇയാളടിക്കുന്ന പുറത്തേക്ക് വരാന്തയിലേക്ക് പോയി, റൂമിൻ്റെ വരാന്തയിലേക്ക് പോയിട്ട് എന്തോ കുശലം ഒരു സുഹൃത്ത്, അതായത് ഉസ്മാൻ, രഞ്ജിനി ഉസ്മാനെ എന്തൊക്കെയോ അവർ ഡിസ്കസ് ചെയ്തു. എന്തോ വർത്താനൊക്കെ കുശലം പറഞ്ഞു തന്നിട്ട് ഒരു ചെറിയ ഹോട്ടലിലത്തെ ഏതാണ് എന്ത് ഹോട്ടലാണ്, പാംഗ്രോ, ആ ഹോട്ടലിൻ്റെ ചായ കൂടി കൊണ്ടുവരുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബില്ല് ഒഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 4 വരി ഇങ്ങനെ എഴുതി, 4 വരി. ഇത് നോക്കിയേ. അപ്പം ഞാൻ അത് കണ്ടു, കൊള്ളാം. പക്ഷേ ഇത് എന്താ ഉദ്ദേശം മനസ്സിലായില്ല. പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞാനിത് നോക്കി, കൊള്ളാം. ഓർമ്മകളോടി കളിക്കുന്നു, മുറ്റത്തെ ചക്കരമാവിൻ്റെ ചുവട്ടിൽ എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ട്യൂൺ പാടാൻ പറ്റില്ല. ഇദ്ദേഹം കൊണ്ടുവന്ന ആ ലിറിക്സിൽ ട്യൂണുണ്ട്. ഓർമ്മകളോടി, അല്ലാതെ അങ്ങനെ പാടുന്നു ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു, അങ്ങനെ പാടാൻ പറ്റില്ല കവിത പോലെ. ഇത് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഇതിനപ്പുറത്തൊരു ട്യൂൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ്റെ എൻട്രിയാണ്. പ്രിയദർശൻ അതായത് 1000 വാട്ട്സ് ബൾബാണ് പുള്ളിയുടെ ഫേസിൽ. കാരണം എത്ര 2 ദിവസം ഇരുന്നിട്ട് ട്യൂണായില്ല. ട്യൂണായെങ്കിലല്ലേ ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റുള്ളൂ. ഇത് വിത്ത് ലിറിക്സ് ആണ് ഒരു പല്ലവി.
അവിടെ കൈയടിച്ച് പാസ്സായി. പിന്നെ ഞങ്ങൾ അതിന്റെ ചരണമൊക്കെ മനോഹരമായിട്ട് അല്ല, എന്റെ മനോഹാരിത അതല്ല, അതിന്റെ ഈ ആൾക്കാർ കേൾക്കാത്തൊരു ചരണമാണ് അതിന്റെ ഒറിജിനൽ. അതെ അതെ അതെ. കർക്കിട രാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്തു ബാല്യം. ഇതാണ് അതിന്റെ ഒറിജിനൽ ലിറിക്സ്. കാരണം ആ സമയത്ത് പ്രിയൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണ്. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, പ്രിയനും എന്താ ശ്രീനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവര് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി പ്രിയന്റെ കെട്ടിപ്പിടുത്തത്തിനൊക്കെ സ്നേഹം ഇത്തിരി കൂടുതലില്ലേ എന്ന്. കാരണം അടുത്ത പാര വരണുണ്ടായിരുന്നു. ഇവിടെ ഇതാണ് പറയുന്നത്, നിങ്ങളെ ഒരു പാട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ എവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാവും, ഗംഭീരമായിടും. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം, വളരെ ചെറിയ പ്രശ്നമാണ്. അത് ആ സിസ്റ്റർ ക്യാരക്ടർ ഇല്ല. ട്യൂൺ നല്ലതാണല്ലോ, അതുകൊണ്ടിട്ട് അതൊന്ന് പ്രണയമായിട്ടൊന്ന് മാറ്റിയത് ചെറിയ ട്വിസ്റ്റ് ആലോചിച്ച് നമുക്ക്. മുഴുവൻ പാട്ട് എഴുതി കഴിഞ്ഞു. എന്നനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തു വെച്ചു, വാനിടം നക്ഷത്ര വൈഡൂര്യ രത്നത്താൽ മാല കൊരുക്കയല്ലേ എന്റെ ഓമനയ്ക്കിന്ന് ചാർത്താൻ എന്നൊക്കെ എഴുതി അനിയത്തിക്ക് വേണ്ടി എഴുതി വെച്ചേക്കണ സാധനം മാറ്റിക്കോളാൻ. അതാണ് പിന്നെ മാറിയത്. അപ്പൊ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷേ അവസാനം പ്രിയൻ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ പൊന്നിൻ പൂത്താലി തീർത്തെടുത്തു, നീ ഒരു വോളം വാടാതിരിക്കുവാൻ ഞാനൊരിതെടുത്തു വെച്ചു, എന്റെ ഹൃദയത്തിലെടുത്തു വെച്ചു എന്ന് പറയുന്ന സാധനം വന്നത് അവിടെ. അതാണ് അതിലെ ഏറ്റവും ഹുക്കിലതിനെ ഹൃത്തിലെടുത്ത് വെച്ചു എന്നുള്ള ഈ സംഭവം. ഷിബുവിന് പേഴ്സണലി, ഷിബുവിന് മാത്രമൊന്നുമല്ല, ഇത് ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്ത മറ്റൊരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക്, ONV കുറുപ്പ്, ONV സാറ്. അദ്ദേഹത്തിന് ഇതിന്റെ മറ്റേ സംഭവം അത് ഇഷ്ടമല്ല എന്നല്ല, അദ്ദേഹം ഇതാണ് കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട്. സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇടാ ഞാൻ ആ പാട്ട് കേട്ടിട്ട്. അപ്പൊ പ്രിയൻ ഒരു കോംപ്രമൈസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ട് നശിപ്പിക്കില്ല, ഇത് മിക്സ് ചെയ്തിട്ട് ഈ കാസറ്റിൽ തന്നെ ഉണ്ടാവും ഈ സിസ്റ്റർ ഇത്, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ ആ കാസറ്റ് ഇറങ്ങിയപ്പോഴ് ഈ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏതോ എന്താ ഇതിൻ്റെ അകത്തൊക്കെ അത് അവൈലബിൾ ആണ്, വിങ്കിയിലോ മറ്റോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ പാട്ട് സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പിന്റെ ഇത് കേട്ടിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് എൻ്റെ നെച്ചൊക്കെ ഇതായിട്ട് പോയി, ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം എന്നുള്ളത് അനുഭവിക്കാതെ എഴുതാൻ പറ്റില്ല. എനിക്ക് അറിയില്ലായിരുന്നടാ നിന്റെ ചെറുപ്പത്തിനൊക്കെ ഇങ്ങനെ ഒരു ഒരു സാഡ് മുഖം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ വീട്ടില് ഒരു കാലത്ത് ഒരു തുള്ളി വെള്ളം അകത്ത് വീണ് ചരിത്രമില്ല. അതുപോലെ സാറ് പാടത്തും പറമ്പിലും ഇറങ്ങാതെ തന്നെ ഒത്തിരി പാടവും പറമ്പും കൃഷിയൊക്കെ. അതെ, നമ്മള് കൃഷി ചെയ്ത് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കർഷകശ്രീ അവാർഡൊക്കെ എത്രയും പ്രാവശ്യം എനിക്ക് കിട്ടേണ്ടതാണ് എന്റെ പാട്ട് വെച്ചിട്ട്. പുഞ്ചവയലും എല്ലാം, പുഞ്ചവയലാണെങ്കിലും ഏത് കൃഷിയുടെ ഏത് കാര്യവും അത് ഹേലി സാറിന്, ഹേലി എന്ന് പറഞ്ഞിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. ഇദ്ദേഹം പിന്നീട് ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഡിസ്കഷൻ അദ്ദേഹം വന്നിരുന്നു. അപ്പൊ ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി ഇദ്ദേഹത്തിനെ താഴെ പോയി തന്നെ സ്വീകരിച്ച് എൻ്റെ ക്യാബിനിൽ കൊണ്ടുവന്നിരുത്തി. കാരണം അത്ര റെസ്പെക്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ചെറിയ പ്രായം തുടങ്ങി ഇദ്ദേഹം മാതൃഭൂമിയിൽ കാർഷിക രംഗത്ത് എഴുതുന്ന ആർട്ടിക്കിൾ വായിച്ച് ആ വാഴക്കിപ്പോ വളയിടണമെന്നും ചീരക്കിപ്പോ കുരുവിടണമെന്നും ചീര എപ്പോഴൊക്കെ നനവ് തുടങ്ങണമെന്നും ഒക്കെ കൃത്യമായിട്ട് എനിക്കറിയായിരുന്നു. അത് എന്തിന് ഞാൻ വായിച്ചിരുന്നു എന്ന് എനിക്ക് ഇന്നും അറിയില്ല. അല്ല, പക്ഷെ അതിന് എനിക്ക് ഉത്തരവുണ്ട്. എന്തിനു വായിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുനെല്ലിക്കാട് പൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി, കിളിയാട്ടും പെണ്ണെ തിരികാവിൽ പോവാം, കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം. അതിൽ തിരുനെല്ലിക്കാട് പൂക്കുന്നതും തിനതിന്നാൻ കിളിയിറങ്ങുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്തില്ലേ? തിന തിന്നാൻ കിളിയിറങ്ങി എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ അതിനകത്ത് തിന എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെയാണ്. അതെന്തായാലും ഞാൻ തിനകൃഷി നടത്തിയതല്ല, കേരള ഫോക്കിന്റെ ഇതിൽ കിടക്കുന്നതാണ്. കറുത്ത പെണ്ണേ കറുത്ത പെണ്ണേ എന്നുള്ള ദേവരായ മാസ്റ്റർ പാട്ടിന്റെ ഒറിജിനൽ
കിടക്കുന്നത്. കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു, കാടുവെട്ടി പദം വരുത്തി തിന തിന്നാൻ കിളിയിറങ്ങി, കിളിയാട്ടാൻ അവളിറങ്ങി അവളുடைய വളകിലുങ്ങി. വളയാണ് അവിടെ നിന്നാണ് നമ്മള് തിനയുടെ കൃഷി തുടങ്ങിയത്. അതിലൊരു രസവും കൂടെ ഉള്ളത്, 2-3 പാട്ടുകളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കോംബോയിൽ ഈ കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോവാം, കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, കരിവളയും ചാന്തും വേണ്ട, കണ്ണെഴുതാൻ കരിമഷി വേണ്ട, കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം, കതിരെല്ലാം കൊയ്യും വരെയും കരളിൽ തീയാണേ. എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കരിവളയും കൺമഷിയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ആ സ്ഥലത്ത് സാറിൻ്റെ ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലൊരു കളിയാക്കൽ, ട്രോളിൻ്റെ ഒരു സ്വഭാവം അവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ടൻ 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 ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലും മറന്നു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് രജനി സംസാരിക്കുമ്പോഴേ ഞാൻ പറയാം, നമ്മളത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അതിന് വേറെ ഡയമെൻഷൻ. എന്നിട്ട് എന്താണ് അതിനെ കുറിച്ച്? അതെ, അവിടെ ശരിക്കും ആ പെണ്ണ് പറയുന്ന മറുപടിക്കൊപ്പം അവിടെ മ്യൂസിക് വന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വരുന്നതല്ല. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും നമ്മുടെ ഹൃദയത്തിൽ കയറും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരികൾ അറിയുന്നില്ലേ, വല്ല തമിഴോ തെലുങ്കോ ഹിന്ദിക അവരൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ മ്യൂസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഈ വരി കൂടി അറിയാവുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യണോ ഇവിടെ ഇങ്ങനെ ഒരു ബിറ്റ് വെച്ചാൽ എങ്ങനെയുണ്ട്. ഞങ്ങൾ തമ്മിലിരിക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ മ്യൂസിക് ബിറ്റുകൾ എന്തായിരിക്കണം ജോണർ എന്നുള്ള ഒരു ഡിസ്കഷൻ വരും. കാരണം ആ വരികൾക്കും കൂടി അപ്പം അക്കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ. അതേ സാധനം ഇപ്പോൾ ഒരു പ്രാവശ്യം യാദൃച്ഛികമായി വന്നു എന്ന് പറയുമ്പോൾ, രണ്ടാമത് കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കർമ്മയും പ്രിയദർശൻ സാറിന്റെ മുത്തശ്ശി കഥയിലുള്ള പാട്ടില് അതിലും ഉണ്ട് ഇതേപോലെ ചാരത്തു വന്നങ്ങാൻ കെട്ടിപ്പിടിച്ചാലോ. അതെ, അത് പിന്നെ അത് ഇടാതിരിക്കാൻ പറ്റില്ല. അത് ആ കീബോർഡിൽ നിന്ന് ഉണ്ടാക്കാൻ പാട്. കാരണം അന്ന് കാലത്ത് ഈ കമ്പ്യൂട്ടറൊന്നുമില്ല. ഞാനിത് ഗിറ്റാറും എൻ്റെ ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടാണ് ഈ പാട്ട് പ്രിയനെ കേൾപ്പിക്കുന്നത്. പ്രിയൻ്റെ ഒറ്റ വാക്കാ പറഞ്ഞല്ലോ, പാട്ട് എങ്ങനെ വേണമെങ്കിൽ ബിജിയും ചെയ്തു, പക്ഷെ ഇപ്പോൾ വായിക്കുക ഇത് ഇങ്ങനെ തന്നെ വരണം അങ്ങനെ. പക്ഷേ ഹാർമോണിയത്തിൽ വായിച്ചാൽ ശരിയാവില്ലോ, റെക്കോർഡ് ചെയ്യുമ്പോൾ മെനക്കിടാം. അപ്പം അത് ആ കീബോർഡ് വായിക്കുന്ന ആൾക്ക് അത് ടോൺ സെലക്ട് ചെയ്ത് അവസാനം നല്ലൊരു ടോണിൽ സെറ്റ് ചെയ്തു. അതൊക്കെ ഈ പാട്ട് ശരിക്കും സ്ട്രൈറ്റ് അവേ ഉണ്ടായോ? എല്ലാ പാട്ടുകളിലും ചെറിയൊരു ഫ്രിക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊക്കെ ഉണ്ടാവും. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പ് ഇത് തന്നെ ഈ കമ്പോസിംഗ് ടൈമിലുള്ള രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്നതിന് വേറൊരു ഡയമെൻഷനാണിത്. കാരണം വെച്ചാല് കമ്പോസിങ് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ പ്രിയനോ ഇന്നത്തെ ഫിലിം മേക്കിങ്ങോ അല്ല അന്ന്. പലപ്പോഴും നമ്മളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവില്ല, സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ സിറ്റുവേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് പാട്ടിന്റെ സിറ്റുവേഷൻ പ്രിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങേറ്റം കൺവിൻസിങ് ആയിരിക്കും, നമുക്കത് ധാരാളമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് പ്രിയൻ പറയുന്ന മുത്തശ്ശി കഥയുടെ ഇതിൽ പ്രിയ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം എന്തിനാ പാട്ടുണ്ടാക്കുന്നത്? സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് പെട്ടെന്ന് പാട്ട് വേണമെന്ന് പറയുന്നത്. പാട്ടുണ്ടാക്കി അതിന്റെ ഫീലിൽ വേണം അതിനോടനുബന്ധിച്ചിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. ഇത് ഇദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ ചില ഡയറക്ടേഴ്സ് ഒരുപാടൊന്നുമില്ല. ഫാസിൽ സാറ് ആദ്യം നമ്മളുടെ അടുത്ത് കമ്പോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു കഥയായിരിക്കും, അത് കഥ കേൾക്കാൻ സ്ക്രിപ്റ്റ് കേൾക്കാം. ആദ്യം 4-5 പാട്ട് നല്ലത് സിറ്റുവേഷൻസ് പറയും, അതിനുണ്ടാക്കണം. അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ സ്ക്രീൻ ത്രെഡ് ഉണ്ടാവും. പക്ഷെ എൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ആ വൈഡായിട്ടുള്ള സാധനം ഉണ്ടാകുന്നത് ഇതിന്നാണ്. പലപ്പോഴും സ്ക്രീൻ പ്ലേ ഉണ്ടായതിന് ശേഷം പാട്ട് ഉണ്ടാക്കുമ്പോൾ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൺ ദോ ആ സിറ്റുവേഷൻ അത് 100% അല്ലെങ്കിൽ പുള്ളി അവിടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതി അത് 100% ആക്കും ഈ പാട്ട് ഉൾക്കൊള്ളിക്കാൻ. അങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന സംവിധായകരാണ്. അതുപോലെ പ്രിയൻ അങ്ങനെ തന്നെ. ഈ ഒരു സാധനം കിട്ടി ഇതിന്റെ ഊർജ്ജത്തിലാണ് പിന്നെ സ്ക്രിപ്റ്റ് അടിപൊളിയാവുന്നത്. അപ്പൊ ഈ ഇതിന് ആകെ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പൊ നമ്മള് എന്ന് പറഞ്ഞാല് കടപ്പുറത്ത്, അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചിയിലുള്ള നമ്മളെ സമയത്തോളം ഞങ്ങള് കടലിൽ മഴ പെയ്ത് തുടങ്ങുമ്പോ
മഹാരാജസിന്റെ മുൻപിലുള്ള പാർക്കിൽ നിന്ന് മെല്ലെ നടന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടേ മഴയെത്തുള്ളൂ. അപ്പൊ കടലിൽ മഴ പെയ്യുന്നത് നമുക്ക് വളരെ ഫെമിലിയറാണ്. അപ്പോൾ കടപ്പുറത്ത് മഴ പെയ്തിട്ട് വിനീത് ഓടി വരികയാണ്. വിനീത് ഓടി വരുമ്പോൾ ഈ കരയിൽ കയറ്റി വെച്ചിരിക്കുന്ന വള്ളത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഓലയുടെ തുമ്പത്തുനിന്ന് വീഴുന്ന വെള്ളം, അത് നിരോഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ നെറ്റിയിൽ വീണ് കുങ്കുമം പടരാൻ തുടങ്ങുമ്പോൾ ഇവൻ കൈവച്ച് കൊടുക്കുക, വെള്ളം വീണത് ഒഴുകാതിരിക്കാൻ. ഇവിടുന്ന് പാട്ടിലേക്ക് പോകുന്നു. നമുക്കിത് ധാരാളമാണ്. പലപ്പോഴും കുങ്കുമത്തിന്റെ ആ ഒഴുക്ക് തന്നെ ധാരാളമാണ്. പലപ്പോഴും കുങ്കുമം ഉണ്ടാവാറില്ല, ഭസ്മം ഉണ്ടാവാറില്ല. അപ്പൊ ഇത്രയും കൊണ്ടിട്ട് തന്നെ. പക്ഷേ അപ്പൊ ഇയാള് പിറ്റേ ദിവസം തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യണം. ഇതിന്റെ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഇയാൾ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് എഴുതിത്താ. ഇപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എഴുതുന്നത് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാല് ഇയാൾ എന്തിട്ട് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്നുള്ള ഉള്ളിലൊരു അഹങ്കാരം നമുക്കുള്ളതുകൊണ്ടിട്ട് താൻ ട്യൂൺ ഇട്ടാ മതി, എന്തെങ്കിലും എഴുതിത്താ ഇന്ന് ഇയാളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ താൻ ട്യൂൺ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു. നല്ല മഴ. മദ്രാസിൽ പതിവില്ലാത്ത മദ്രാസിലെ മഴയ്ക്ക് നമ്മുടെ ഇവിടുത്തെ മഴയേക്കാൾ ശക്തി കൂടുതലായിരിക്കും. കാറ്റും അടുത്ത കോമ്പൗണ്ടിൽ നിൽക്കുന്ന ആര്യവേപ്പിന്റെ ഇലയില് മഴവെള്ളം ഇതായിട്ട് ആര്യവേപ്പിന്റെ ഇലയ്ക്ക് ഇങ്ങനെ ഇതിനിടക്ക് ഒരു കാറ്റ് വന്നിട്ട് ഒരടി അടിച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവൻ എൻ്റെ മേത്ത് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് പോയി. അപ്പൊ എനിക്ക് തോന്നിയതാണ്, കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ. അപ്പൊ എനിക്കിഷ്ടായി. അപ്പൊ ഞാൻ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ ഇയാള് അവിടെ ട്യൂൺ കിട്ടിയിട്ട് വന്നു. നമ്മൾ മിണ്ടല്ലേ, കാരണം ഇത് പോയിട്ട് പോരുന്നില്ല. ഞാൻ വേഗം എഴുതി കൊടുത്തു. ഇയാൾ പറഞ്ഞു, താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ട്യൂൺ ഇട്ടത്. ഞാൻ ചോദിച്ചു, താൻ പറഞ്ഞിട്ടല്ലേ ഞാനിത് എഴുതിയത്. അവസാനം ഇയാള് ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ട്യൂണില് പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇയാളിട്ട് ട്യൂണിൽ അത് പെർഫെക്റ്റ് ആയിരുന്നു. ആ ട്യൂണിലാണ് അത് ഏറ്റവും നന്നായിട്ട് പാടാൻ പറ്റുക. അതായത് ഞങ്ങളുടെ ചിന്തകൾ ഒരേ വേവ് ലെങ്തിലാണ്. എനിക്ക് വരികൾ അവിടെ സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ഭാവം ഞാൻ കണ്ടു. ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഇയാൾക്ക് പാടാൻ പറ്റില്ലെങ്കിലും അവിടെ ഇങ്ങനെയാണ് ഒരു ട്യൂൺ വന്നാൽ അതിന് വേണ്ട വരികൾ എന്താണെന്നാണ് അത് എഴുതിയത്. അല്ല, ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കില്ല കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തള്ളുന്നതാണെന്നൊക്കെയല്ലേ പറയുള്ളൂ. കാരണം അതിന് തെളിവുണ്ട്. ആരാന്നറിയോ, ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ജ്യേഷ്ഠൻ പാവലർ ബ്രദേഴ്സ്, അവരുടെ ഒരു മകനുണ്ട്. ഇവൻ അന്ന് എൻ്റെ കമ്പോസിങ് ഗിറ്റാർ വായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവന് ഇതുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വല്ലടിച്ചിട്ടാണ് ഈ ട്യൂൺ ഞാൻ പാടുന്നത്. പാടി ഉണ്ടാക്കിയതാണേ. അപ്പോഴേക്കുമാണ് ഇയാൾ വരുന്നത്. ഇത് പാടി കേൾപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിനു മുമ്പ് ഇയാൾ ബഹളം വെച്ചിട്ട് അത് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്കുന്ന പറഞ്ഞിട്ട് കോമ്പിനേഷൻ ആ ഒരു ലിറിക്കൽ പാറ്റേൺ ഉണ്ടല്ലോ. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടെന്നറിയാം. ആ ഒരു ഫ്രേസ് ഒരു പക്ഷെ ഇയാളൊരു ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ അതിന് എനിക്കിപ്പോഴും അതിലൊരു ചെറിയ സങ്കടം. അതിപ്പോ പറയാനും അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ആ പാട്ട് അന്നൊക്കെ എല്ലാത്തിനും ഒരു സ്പീഡാണ്. സ്പീഡ് വേണം, സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലാഗാവും, അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടുന്നൊരു സ്പീഡുണ്ട്. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കി. ഇത് ഭയങ്കര മെലോഡിയസാണ്. പക്ഷെ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ. ഓർക്കസ്ട്രയൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി. ശരിക്കും കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപൂവേ എന്ന് പാടിയിരുന്നെങ്കിൽ അത് ഹൃദയത്തിൽ കിടന്ന് തുള്ളു. ഇതിപ്പോ ശരീരമാണ് തുള്ളുന്നത്. പക്ഷെ ഈ പാട്ട് ഇപ്പോഴും ഞങ്ങള് ഇതൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇയാളോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കത് കുറച്ച് ഒരു പൊടി ടെമ്പോ, ഇത്രയൊന്നല്ല, ഇപ്പൊ ഉള്ളതിനേക്കാൾ സ്വല്പ ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ പാടുന്ന ആൾക്കും കുറെ കൂടി ഭാവാത്മകമായിട്ട് അത് പാടാൻ പറ്റും. എടാ, അത് എന്താ എനിക്ക് മറ്റൊരു പാട്ടിലും തോന്നിയിട്ടുണ്ട്. ഏതാണെന്നറിയോ, വീണ്ടും നമ്മുടെ ആദ്യത്തെ പടം, അതിലെ ദൂരെ അത് ആ ടെമ്പോലായിരുന്നെങ്കിൽ, ആ ടെമ്പോലല്ല പാട്ട് അല്ല. ദൂരെ മാമലയിൽ പൂമഴ
പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ. ബിച്ചുവേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ബിച്ചു പറയും ആ ഇമാജിനേഷൻ വരികളിലൂടെ ആവണി തിങ്കൾ, അത് വല്ലാത്തൊരു നൊസ്റ്റാളജി അദ്ദേഹത്തിനുണ്ട്. അതേ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിന്റെ ടെമ്പോ കയറി നിൽക്കുന്നത്, അതേസമയം അതിന്റെ ടെമ്പോ ഇറങ്ങി ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാല കോർക്കുന്നതാരോ ആരോ ആവണി തിങ്കളും ദൂരെ മാമലയിൽ. ഇന്നൊക്കെ പാട്ടുകൾ സ്ലോ ആ. ഇന്നത്തെ പാട്ടിന് ആ സ്പീഡ് വേണമെന്നില്ല. പിക്ചറിൽ സ്പീഡ് ഉണ്ടാവും, ക്യാമറ നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പാട്ടിന് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഉണ്ട്. ഡപ്പാങ്കുത്ത് സോങ്ങുകൾക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ചില പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന പാട്ടുകളൊക്കെ അന്ന് ആ കുറച്ച് ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ അതൊരു അപാര പാട്ടായിട്ട് എവർ ഗ്രീൻ സോങ്സ് ഇന്നും ആൾക്കാർ മൂളിപ്പാട്ടുകൊണ്ട് ഇരിക്കുന്ന പാട്ടായിരുന്നു. മുത്തശ്ശി കഥയിൽ നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരേന, അതിനകത്ത് ഒരു മുത്തശ്ശി ഇങ്ങനെ അത് അന്നത്തെ ടെക്നോളജിയിൽ അത് എന്തിലായിട്ടോ സാറേ? പിയാനോ കീബോർഡ് തന്നെ ഇട്ടതാണ് ഒരു സൗണ്ട്. പക്ഷെ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഇതുണ്ട്, വേറൊന്നുമല്ല. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. അതൊന്ന് പാടൂ സാർ. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആര് തന്നു. പുലർവേള തൻ പൂഞ്ചോലയിൽ നീരാടിയൻ ആരോമലാൽ ഇതിലെയും വന്നു. അടിപൊളി സാർ. എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു അതിനെ പറ്റി? ആ ഫീൽ ഞാനിങ്ങനെ ഒന്ന് ഒഴുകിയതാണ്. ഇതിൽ ആർക്കായിരുന്നില്ല ഇതിൽ ഫീല്. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയും, ഞാനിത് ചിലപ്പോൾ എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടും. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു. ഇത് പറയുമ്പോൾ അവളുടെ ഫേസിലൊരു ഗ്ലോ വരും. ഇതാണ് നമ്മുടെ ഇന്ധനം. അപ്പൊ പിന്നെ അവിടെ ഫുൾ റൊമാൻസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ റൊമാൻസ് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മിക്കവാറും കമ്പോസിങ് ഇവരെ വീട്ടിൽ തന്നെ ആയിരിക്കും. എത്രയോ പാട്ടുകൾ ഞാനിപ്പോഴും ഓർക്കുന്നത്. എടോ നമ്മുടെ VKPയുടെ കർമ്മയോഗി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നില്ലേ? കർമ്മയോഗി എന്ന് പറയണപ്പോ അത് എൻ്റെ ഒരു ട്രാക്കേ അല്ല. അപ്പോ അതിന് വേണ്ട ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം പാട്ടൊക്കെ ഞാൻ കൺസീവ് ചെയ്തു. പക്ഷെ ഇതുവരെ ഞാൻ എഴുതാത്തൊരു പാറ്റേൺ ആയിരുന്നു. മലർമഞ്ചരിയിൽ വണ്ടിനെ തളിരതരത്തിൽ മധുനുകര അണയൂ നീ മൃദുവദനേ. വരികൾ ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല അത് മനോഹരമായിട്ട് ആ രഞ്ജിത്ത് വെസ്റ്റേൺ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന സ്റ്റൈലിൽ പാടുന്നതാണ്. പക്ഷെ ഇവന് ഈ കർണാട്ടിക് സ്വഭാവമുള്ള ഈ പാട്ടുണ്ടല്ലോ അതിമനോഹരമായിട്ട് പാടി. ഒപ്പം മറ്റേ ചിന്മയും പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് രഞ്ജിത്ത് പാടിയത് വാസ് എക്സലന്റ്. ഞാൻ ഇവരുടെ വീട്ടിലിരുന്ന് ചെയ്താ. ഇതിന് വേറെ കാര്യം കൂടി ഉണ്ട്, ഒരു സ്റ്റോറി. ഇത് വേറൊന്നുമില്ല, ഞാൻ പറയാം അതിൻ്റെ സംഭവം. അതായത് ഈ പാട്ടിനെ കുറിച്ചിട്ട് ചില സമയത്ത് ചില സംവിധായകർ ഓരോ പാട്ടുകൾ നമ്മളുടെ അടുത്ത് പറയും, അവർക്ക് വേണ്ടുന്ന പാട്ട്. പ്രാണനാഥൻ എനിക്കു നൽകി പരമാനന്ദ
ദേവരാജൻ മാസ്റ്റർ പാട്ട് ഇരയിമ്മൻ ഇരയിമ്മൻ തമ്പിയുടെ വരികൾ. ഇതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞു അതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കാൻ പറ്റില്ല, ഈ സിറ്റുവേഷന് യോജിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയതാ. പക്ഷെ നല്ല ഫീലിൽ വന്ന പാട്ടായിരുന്നു. അതെ. പക്ഷെ പടമൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് പ്രകാശ്. പ്രിയൻ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്ത്. അതേതൊരു ക്ലാസിക്കൽ കീർത്തനായിരുന്നില്ലേ? നാട്ട ബേസ് ചെയ്ത് മഹാഗണപതി 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 എന്ന് പറയണ തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു മഹാഗണപതി. അതിലല്ലേ ഇപ്പൊ പാടാൻ പറ്റുന്നില്ല, പക്ഷെ അത് വാദിച്ച് പാടി രണ്ടുപേരും, സുജാതയും ശ്രീകുട്ടനും. അല്ല, അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം വെച്ചാല് അതുപോലൊരു ഫ്രൈസില് ഇതുണ്ടാക്കി എടുക്കുക എന്ന് പറയണത്, എഴുതിയെടുക്കുക എന്ന് പറയണത് വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഇതില് ഞാൻ ഷിബുവിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല. ഷിബു ഇപ്പൊ കുറേശ്ശെ പാടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത് ആരോ ട്രെയിൻ ചെയ്ത് എനിക്കറിയില്ല, ഇപ്പം പാടുന്നു. പണ്ട് പാടില്ല, പറയേള്ളൂ. അതിങ്ങനെ കവിത ചൊല്ലുമ്പോൾ ഓൻവിസാനൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഷിബു പാടണ്ട, ഞാൻ പാടിക്കോളാം. അങ്ങനെയുള്ള ഷിബു പാട്ട് പാടാനും പോലും ഷിബുവിന് പറ്റാത്ത ഈ ട്യൂണുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അതിന് വരി എഴുതി വരുമ്പോൾ എന്തൊരു ബ്ലെൻഡാണെന്നറിയോ. അതായത് ഒരിക്കലും നമുക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റാത്ത, അതായത് ഒരിക്കലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരികൾ എഴുതാൻ പറ്റാത്തൊരു ട്യൂൺ ഞാൻ ഒരിക്കൽ കൊടുത്തു. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ കിനാവിലെ ജനാലകൾ. അത് കിനാവിലെ ജനാലകൾ തുറന്നു വന്നതാരാണോ. ഇത്രയും ഓക്കെ, ഇതൊക്കെ സിമ്പിളാ. ഇതിന് ട്യൂണ്, ഈ ട്യൂണിന് വരി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനോഹരമായിട്ടുള്ള വരികൾ എഴുതി വെച്ചിരിക്കുന്നത് അറിയുമോ. ഇത് കേൾക്കുമ്പോ തന്നെ അന്തം വിട്ടു പോകൂലേ. അല്ല, ഇത് ടഫാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ, നമുക്കെല്ലാം ടഫാണ്. അല്ലല്ല, ദിസ് ഈസ് ക്വൈറ്റ് ടഫ്. അതായത് ഒരു പാട്ടിന്റെ ചരണത്തില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ എൻ്റെ കൂടെ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത് ഗോപി, കീബോർഡ് പ്ലെയർ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല. ഒരു പല്ലവി ഉണ്ടാക്കി ആ രഞ്ജിത്തിനോട് ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ചാൽ രഞ്ജിത്തിന് അതല്ലോ നമുക്കൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ ജം ഭജം ചം ചം ഒരു റെക്കോർഡിങ് പാറ്റേണിലൊരു ഹമ്മിങ്. അന്ന് സബ്ജക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അങ്ങനെ വേണമെന്ന്, അന്ന് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കിനാവിലെ തരാര അത് പറഞ്ഞ വഴിക്ക് ഓക്കെ. പല്ലവി കഴിഞ്ഞപ്പോൾ പാട്ട് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കേൾക്കണ്ട പുള്ളിക്ക്. അത് ചരണം അനുകൂലം, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് പിന്നെ ഇത് ഓക്കെ ആവില്ല എന്നുള്ള ഒരു സൈഡിൽ ഇതുണ്ട്. ചെന്നൈയിൽ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഗോപി പല്ലവി പ്രോഗ്രാം ചെയ്യും. പല്ലവിയുടെ ബാക്ക്ഗ്രൗണ്ട് അവനാണ് അത് കീബോർഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വോയിസൊക്കെ ഇട്ടിട്ട് തുടക്കത്തിൽ ഭയങ്കര ഗ്രിഗോറിയൻ വോയിസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ചരണം വന്നപ്പോൾ ചരണം ഇല്ലല്ലോ, ചരണം എന്താ ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു AKG 214 മൈക്ക് അത് ഇങ്ങോട്ട് വെച്ചാൽ നീ വായിച്ചോ, ഞാൻ പാടാം. പാട്ട് പാടി, ഇപ്പം ഞാൻ നേരത്തെ പാടിയില്ലേ, ഈ സാധനം അതേപോലത്തെ ഒറ്റടിക്കുക പാടുകയാണ് ഈ സാധനം. അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് കൂടി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ടുള്ള സാധനമൊക്കെ പാടി. അവൻ രണ്ട് കേട്ടു, ഓ ഞെട്ടി. അവന്റെ ആ എക്സ്പ്രഷനാണ് എനിക്ക് ഭയങ്കര ഒരു ഊർജമായത്. അതായത് ഇതുവരെയും കേൾക്കാത്ത പോലെ ഒരു അപ്രോച്ച്. അല്ല, ഇത് നമ്മളിതിപ്പോ വലിയ സംഭവം ഒന്നും പറയുന്നില്ല, പക്ഷെ ആ അപ്രോച്ചിനെ ശരിയാക്കിയത് ഇങ്ങനെ വരികൾ. അല്ലെങ്കിൽ ആ അത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്നെ തെറിച്ചു പോയി വിചാരിച്ചാൽ അത് ഇയാൾ വാശിക്കെടുത്തു. എന്നിട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണോ അത് എഴുതുന്നത്? അല്ല,
ഫോണിൽ. സെൽഫോൺ. ഞാൻ ഇവിടുന്ന് പാടും, അപ്പൊ അങ്ങനെ എഴുതും. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതും കൂടി പറയാം. അതായത് ഇത് ഇത്രയേ ഉള്ളൂ, വരികൾ വിട്ടേക്കുക, അത് ജനങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിന്റെ ഈണത്തിന്റെ ഇത് പറയാം. ഇതാണ് ഞാൻ കൊടുത്ത പറയുന്ന ട്യൂൺ. ഷിബു അത് വരികൾ എഴുതുക, അതായത് ഒരടി കഴിഞ്ഞിട്ട് വൺ തരര എന്ന് പറയണോ, വൺ തരര ഒരൊറ്റ വാക്ക് കൂടുതലാണ്. ഇത് എപ്പോ നോക്കിയാലും ഗായത്രി ആയാലും ഫ്രാങ്കോ ആയാലും സ്റ്റേജിൽ പാടുമ്പോൾ വൺ ടെറ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അര ബീറ്റ് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തകിടം പറയും. പലപ്പോഴും തകിടം പറയാൻ തുടക്കത്തിൽ. ഇപ്പൊ ഒരു സ്റ്റഡിയുടെ ഇപ്പൊ ഗായത്രിയൊക്കെ വളരെ ഇത് കാലഘട്ടത്തിൽ തുടങ്ങണം. വൺ ഞാൻ മനസ്സിലായല്ലോ. 1 2 3 1 2 3 1 സിമ്പിളാ. മറ്റേത് 1 2 3 1 2 3 ഇതിപ്പോ ഞാൻ ട്യൂണായിട്ട് പാടുമ്പോ എല്ലാവരും കിട്ടണമെന്നില്ലേ. അതിന്റെ വരികൾ പറയുകയാണെങ്കിൽ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. എന്തൊരു വിഷ്വലാണ്. അപ്പൊ അങ്ങനെ ഒരു വരി വന്നപ്പോ അത് പിന്നെ മാറ്റുന്ന പ്രശ്നമില്ല എനിക്ക്. ഞാൻ അത് മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു താളടിക്കുന്നതൊന്നും പിന്നീട് ആലോചിച്ചേ. ചുമരുകളിൽ മനമെഴുതിയ ചിത്രം. അപ്പൊ താളം ട്യൂൺ കൊണ്ടിരുന്ന അപ്പൊ ചുമരുകളിൽ മനമെഴുതി മറിഞ്ഞു പോവാണ്. ചുമരുകളിൽ മനമെഴുതിയ ചിത്രം കണ്ട ഇവനുണ്ട. ഇതെന്തോടും ഇത് എങ്ങനെ ചെയ്യും. പക്ഷെ ഇത് ട്യൂണും ലിറിക്സും വിടാൻ പറ്റില്ല, ട്യൂണും വിടാൻ പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒരു സൂത്രമുണ്ട്. ചുമരുകളിൽ മനമെഴുതിയ, ചുമരുകളിൽ മനമെഴുതിയ, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം, ചുമരുകളിൽ മനമെഴുതിയ ചിത്രം പോലെ. പാടുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇനി അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. കള്ളിയൊക്കെ പുറത്ത് ഇതൊക്കെ ജനം തിയേറ്ററിൽ ഇരുന്നിട്ട് കണ്ടു. ഞാൻ ഈ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. റെക്കോർഡിംഗ് ഒക്കെ മിക്സിങ് സമയത്ത് ഞാൻ പാട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. തിയേറ്ററിൽ പാട്ട് കേൾക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് താളം തെറ്റി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ എഞ്ചിനീയർ. അവരൊരു കാൽ വിറ്റ് പോയി. എന്നിട്ട് അപ്പൊ ഞാൻ ചെന്നൈയിലാണ്. ഗായകൻ സാറേ അതെന്താ ചുമരുകൾ, അതെന്താ അവിടെ താളം തെറ്റി പറഞ്ഞു പോണത്. ഇത്തച്ചിയെ എഡിറ്റ് ചെയ്തത് അവനത് പിടികിട്ടിയില്ല. അവൻ വിചാരിച്ചു അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അവൻ ചുമരുകളിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കാൽ ബീറ്റ് പിന്നെ അവിടെ നിന്ന് മൊത്തം തള്ളുകയാണ് ചെയ്യുന്നത്. ഓർക്കസ്ട്രയായിട്ട് തെറ്റില്ല, കാരണം ഓർക്കസ്ട്ര അടക്കാണ് തള്ളിയിരിക്കുന്നവൻ. ഇത് നേരത്തെ വന്നതാന്ന് വിചാരിച്ചിട്ട് ഇത് നേരത്തെ പാടുന്നതാ. മനസ്സിലായോ? ഇത് എന്താല്ലേ എന്തൊക്കെ സംഭവിക്കുന്നു, ജനതൊന്നും അറിയുന്നില്ല. നമ്മൾ തീരം തേടുവോളമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് ഈ രാവിൽ ഞാൻ നിന്നെ തൊട്ടുണർത്തും, നിന്നങ്കുലികൾ ലാളിക്കും, ഞാനൊരു ചിത്രവിഭജിക എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബിറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ വന്നു പോവും, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടേക്കാം എന്ന് തീരുമാനിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ സമയത്ത്? ആ പാട്ടിലൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാം അങ്ങനെ തന്നെ. അതിലാകപ്പാടെ രണ്ടാമത് നമ്മൾ ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രിയനെ അന്ന് ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് എടുക്കണു. അതേ പ്രൊഡ്യൂസർ പാവന്ന് നമ്മളോട് കൂടിയില്ല, നമ്മുടെ ശ്രുതി സായി. അപ്പോൾ പൈസയ്ക്കൊന്നും ഒരു പഞ്ഞില്ല. ഞങ്ങൾ AVM മാറാറിൽ റെക്കോർഡ് ചെയ്ത് ഉഗ്രം പാട്ടെന്ന് പറഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം അതേ പാട്ട് തന്നെ വീണ്ടും ശിവമണീനെയൊക്കെ വിളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രം ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡ്രംസും സാധനങ്ങളും ഫുള്ളായിട്ട് നിറച്ചു. അങ്ങനെ ഒരു വ്യത്യാസം വന്നതല്ലാണ്ട് അത് പ്രിയൻ പറഞ്ഞിട്ടാണ് കുറച്ചും കൂടി ടം ടും ടും ഇത് കുറേ വേണം പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ബിറ്റുകളൊക്കെ നമ്മൾ ആ സ്പോട്ട് നമ്മൾ ആ കമ്പോസ് ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മളുടെ മനസ്സിൽ. ഞാൻ വീട്ടിലിരുന്നിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് വിജയകുമാർ, പുള്ളിയും വെച്ചിട്ട് ഇങ്ങനെ നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് എല്ലാം പ്ലാൻഡാണ്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ പ്രിയൻ പറഞ്ഞിട്ട് അതിലൊരു ബിറ്റ് ഉണ്ട്. അതായത് തീരം തൊടുമോളം പ്രേമഗീതങ്ങൾ തന്നു ചം ചം എന്ന് പറഞ്ഞിട്ട് വയലിൽ ഒരു ചിങ് എന്ന് പറഞ്ഞിട്ടൊരു ബിറ്റുണ്ട്. ചങ് അത് പ്രിയന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒരു അവിടെ ഒരു വയലിൻ്റെ ഒരു ചെറിയൊരു ഒരു സ്ട്രോക്ക് കൊടുക്കണം. അങ്ങനെ അതും പിറ്റേ ദിവസം വയലിനിസ്റ്റിന് 2 പേയ്മെന്റ്. തലേ ദിവസം വായിച്ചവർക്ക് അവരെന്നെ പിറ്റേ ദിവസം വന്നു ഡബിൾ പേയ്മെന്റ്. ഈ ചം വായിക്കാൻ വന്ന് അവർ വായിച്ചു.
നല്ല ഭംഗിയില്. അതേപോലെ പ്രിയദർശൻ സാറിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനം കൂടെ അടുത്ത പാട്ടിലുണ്ട്, അന്തിപ്പൊൻവട്ടത്തിനകത്ത്. താനാ തിന്തി താനാ അന്തിപ്പൊൻവട്ടം ഭയങ്കര ചേഞ്ച് ഓവേഴ്സ് ഉള്ള ഒരു പാട്ടാണ്, ഭയങ്കര രസമാണ്. അത് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചേഞ്ച് ഓവർ എന്ന് പറയാൻ പറ്റൂല, അത് വളരെ ഗൃഹാതുരത്തുള്ള ഒരു ഈണമാണ്. അത് ചേഞ്ച് ഓവർ ആയത് എനിക്കാണ്. അതൊരു ഭയങ്കര രസമാണ്. കാരണം ഞാൻ ഈ മ്യൂസിക്കിൽ ജീവിക്കുന്ന ആളാണ്. മ്യൂസിക് ഡെയിലി കാലത്ത് പോയി വൈകുന്നേരം വരെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ പുതിയത് ചെയ്യുന്നു. പ്രിയൻ ശരിയായിട്ടില്ല. അപ്പോൾ ഇയാൾ എനിക്ക് സപ്പോർട്ടാണ്. വരികൾ അത് ശരിയാവില്ല. അപ്പോൾ പ്രിയൻ്റെ കുറേ കൂടി കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം. പ്രിയൻ്റെ ഞാനും ഇരുന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് തന്നെയാണ്, അതിന് മുമ്പ് ചെയ്തതാണ്. എന്നാലും കുറച്ചും കൂടി ആ ചിത്രത്തിൽ കുറേ കൂടി വൈബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പറയണോ ഇത് വേണ്ട. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലുണ്ട്. ഈ ഷിബുവിനെ അറിയാം പ്രിയനെ എന്താ വേണ്ട. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ട്യൂണുകൾ ഇടുന്ന. പക്ഷേ അപ്പം അതിനിടയ്ക്ക് അയാൾ മറ്റേ പാട്ട് പാടം പൂത്ത കാലം ഈ പാട്ടും പാടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ട്യൂണൊന്നും എനിക്ക് ആകെ ഇതെന്താ ട്യൂൺ പാടിക്കഴിഞ്ഞത് ഒന്നുമില്ല. പക്ഷെ ആ വരിയോട് കൂടിയിട്ട് വരുമ്പോഴാണ് പാട്ട് പാടാവുന്നത്. അപ്പോൾ എനിക്കിത് വരി ഞാൻ ഇമാജിൻ ചെയ്യുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഓരോ വളരെ കോംപ്ലിക്കേഷൻ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിയന് സമ്മതിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഹാർമോണിയത്തിൽ വെറുതെ, അതായത് എനിക്ക് ഒരു ഈണം കിട്ടാൻ വേണ്ടി ശ്രുതി പിടിക്കുന്ന പോലെ ടാ 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 ഇപ്പൊ താന്താ വായിച്ച പൂട്ടണേ ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്ത് വായിച്ചു. ഞാൻ കുറേ വായിക്കുന്നുണ്ട്. അല്ല ഇപ്പം അവസാനം ടാറ്റ അതാ. അപ്പം എനിക്ക് പെട്ടെന്ന് ടൺ ടൺ ഡാരാ ടാരാ ഡീരാരീരീ ഇതല്ലടോ ട്യൂൺ. ഏറ്റൊരു മനോഹരം എന്ന് ഉടനെ അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് അത്. ഇപ്പൊ ടാരാരീരീരി ടരരാ ടീരാരീരാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് എനിക്കതൊക്കെ എന്തൊരു ടാരാരീരി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അന്തിപ്പൊൻവെട്ടം വന്നപ്പോൾ അന്തിപ്പൊൻവെട്ടം കടലിൽ നെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് ഇതിങ്ങോട്ട് മനോഹരമായിട്ട് വന്നു. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി. പ്രിയം കേട്ടിട്ടില്ല. അതിനു മുമ്പ് ഒരാൾ വന്നു, ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും കൊടുത്തൊരു സാധാരണ ലോക്കൽ ആൾ. അയാൾ പക്ഷെ വളരെ വലിയൊരു സ്ഥാനം ആ സിദ്ധിസായിയുടെ അങ്ങേരുടെ എന്തോ മാനേജറാണ്. അയാൾ വഴിപോക്കനെ പോലെയാണ്. അയാൾ അതിന്റെ പടത്തിന്റെ ബാക്കി വർക്കിലൊക്കെ അയാൾ മെയിൻ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അയാളുടെ പേര് മറന്നു. ഏതോ ഒരു മേനോൻ. സൂപ്പർ സോങ് അയാൾ കൈയടിക്കുക. സാധാരണക്കാരനാണ്, കൈയടിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് പ്രിയം വരുന്നത്. പാടി പൊളിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാനപ്പോ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി താനാ തിന്തിന്താര 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 തന തന തിന്തിന്താര കൂടി പാടി വെച്ചു. എന്തിനാന്നറിയോ, ഇതിലെങ്കിലും സംഭവം വീട്ടെ കൊളുത്തെടുത്തേ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടും. സംഭവം അത് തന്നെ വേണം പ്രിയൻ. ഒരക്ഷരതീന്ന് താനാ തിന്തിന്താ തിന്തിന്ത താനാ തിന്തിന്താര തിന്തിന്താര തന്നെ വേണം. അതൊക്കെ നല്ല. അത് കഴിഞ്ഞിട്ട് ഒരു ബിറ്റ് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് വരുന്നത്. തിരിയിട്ട് കൊളുത്തിയോ അത് ഷിബു കലക്കിയായിരുന്നു. അങ്ങനെ ഒരു പാട്ടില് അത് എല്ലാം നമ്മളുടെ പല പാട്ടുകളിലും ഉണ്ട് കേട്ടോ. അതല്ല, അത് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് അത് ഞാൻ എന്റെ പാട്ടെഴുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവരെല്ലാവരും മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, അതിന്റെ ഹൈറ്റും അതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു കറക്റ്റ് അർത്ഥമുള്ള വാക്കുകളും ഏറ്റവും സൗകുമാര്യമുള്ള ശബ്ദവും എല്ലാം കൂടി ചേരുമ്പോഴാണ് പാട്ടാവുന്നത്. മ്യൂസിക് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ക്ലാസിക്കൽ വാതാബി തന്നെ എത്രയും ഇംപ്രൊവൈസേഷൻ നമുക്ക് പാടിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒരു സിനിമ പാട്ടെന്ന് പറയുമ്പോൾ ഇവരെ ഈ മ്യൂസിക്കിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു കോൺസെപ്റ്റ്, അട്രാക്ട് ചെയ്യുന്ന ശബ്ദം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ മ്യൂസിക് എന്താണെന്ന്, പോപ്പുലർ അതായത് കോമൺ പബ്ലിക്കിനെ പിടിക്കുന്ന
പാട്ട് എന്തെന്നുള്ളതിനെ പറ്റി പ്രിയൻ നല്ല തിട്ടമാണ്. ഇന്നതുപോലെ ആയിരിക്കണം. അതിന് പ്രിയന്റെ മനസ്സിൽ ഏതെങ്കിലും അതിന് മുൻപുള്ള സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ മോഡലുകൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രിയനൊക്കെ അസസ് ചെയ്യുന്ന അത് വെച്ചിട്ടാ ഇത് ക്ലിക്കായിരിക്കും എന്നുള്ള അവർ ഇത് പ്രിയന്റെ കാര്യത്തിൽ തെറ്റാറില്ല. ഞാൻ നോക്കുന്നത് എൻ്റെ ലിറിക്സ് എഴുതാനുള്ള സ്പേസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്യൂൺ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂൺ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് വരുന്ന കുറെ വിഷ്വലോ അല്ലെങ്കിൽ ഒരു ആശയമോ ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിനെ ഇത്തരത്തിലുള്ള ഇതിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് മ്യൂസിക്കലി ഒന്നും ഗംഭീരമാവണമെന്നില്ല, പക്ഷെ അത് എന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു. പക്ഷെ അവിടെ ഞാൻ പറയാം, മ്യൂസിക്കലി ഗംഭീരമാവില്ല എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ജോണറിലുള്ള ഒരു ഈണം വെറുതെ വായുകൊണ്ട് ട്യൂൺ മാത്രം പാടിയാൽ. പക്ഷെ ഇപ്പോൾ വരി വന്നപ്പോൾ അത് മനോഹരമായിട്ടുള്ള പാട്ടായി മാറിയതാണ് ഈ അന്തിപ്പൊൻവട്ടം പറഞ്ഞത്. പല്ലവീനെ കുറിച്ചാണ് പറയുന്നത്. ചരണത്തിലേക്ക് സാധാരണ പ്രിയദർശനും ആരും അങ്ങനെ അധികം ഇടപെടാറില്ല. അത് ഇദ്ദേഹത്തിന്റെ ഫ്രീഡോ എന്റെയും ഫ്രീഡോ ആണ്. ഇദ്ദേഹത്തിന് അവിടെ വരികൾ എഴുതണമെന്ന് തോന്നി. ആ വരികൾ എഴുതിക്കൊണ്ട് മനോഹരമായിട്ടുള്ള അനുപല്ലവിയാണ്. തിരിയിട്ടു കൊളുത്തിയ വിളക്കുകൾ നടയില്ല, തിരിയിട്ടു കൊളുത്തിയൊരായിരം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തിപ്പൊൻവട്ടം അതിന്റെ അനുപല്ലവിയായിട്ട് തോന്നില്ല. പക്ഷെ ഇറ്റ് ബ്ലെൻഡഡ് വെരി വെൽ ബിക്കോസ് ഓഫ് ദ BGM കണക്റ്റഡ്, എവറിഥിങ് ഈസ് ഫൈൻ. ആൻഡ് രണ്ട് സിംഗേഴ്സ്, MV ശ്രീകുമാറും ശരി സുജാതയും ശരി കട്ടാക്കി നിന്നിട്ട് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എത്ര രസമായിട്ടുള്ള ഇംപ്രവൈസേഷൻസ്. അന്ന് സംഭവം നമ്മൾ കൂടെ ചേർന്നുണ്ടാക്കിയ ഇംപ്രവൈസേഷൻസ് ആണ്. പക്ഷേ ദ വേ ദ പ്രസന്റഡ് റെൻഡിഷൻ സൂപ്പർബാണ്. അതേപോലെ തന്നെ മറ്റേ പാട്ട് പറയാ വേണ്ട, ഇങ്ങനെ വല്ല പാട്ടാണെന്ന് പറയും, ഏത് കവിളിണയിൽ കുങ്കുമമോ, അതിന്റെ ചരണോ അനുപല്ലവി. മനസ്സിന്റെ തീരഭൂവിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്. പക്ഷെ പാട്ട് കവിളിണയിൽ കുങ്കുമമോ, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. കാരണം പല്ലവി മാത്രം നമ്മൾക്ക് ഇവരെ ഇംപ്രസ് ചെയ്താൽ മതി. പിന്നെ ചരണം നമ്മൾ എടുക്കുമ്പോൾ, അതായത് തറവാട് മഹിമ എന്ന് പറയും നമ്മൾ. അതായത് പല്ലവി നന്നായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന ആ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ അടിപൊളിയാണ് എന്നങ്ങനെ പറയും. പക്ഷെ ഈ പറഞ്ഞ പോർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് അടിപൊളി. അങ്ങനെയാണ് അത് കളക്ട് ചെയ്ത് പോകുന്നത് വരികൾക്ക്. അത് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല പണി. ഓർക്കസ്ട്ര ലൈവാണ്. ഇന്നത്തെ പോലെ ഇരുന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചേട്ടിട്ട് ഇനി നാളെ വരുമ്പോൾ വേറെ കുറെ പാട്ടുകളും മ്യൂസിക് കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ ഐഡിയ, ശരി, അതിനൊന്ന് വളച്ചൊടിച്ച് നമ്മുടെ പാട്ടിൽ കൊണ്ടുപോക്കി പിറ്റേ ദിവസം പിന്നെയും മാറ്റി, അങ്ങനെ മാറ്റി. അന്നൊന്നുമില്ല, കാലത്ത് 7 മണിക്ക് സ്റ്റുഡിയോയിൽ വന്നാൽ 1 മണിയാകുമ്പോൾ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു, മിക്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ആ എഞ്ചിനീയർ ഇതൊന്ന് ഇത്തിരി പൊടിയും മസാലയൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളാണ് എൻ്റെ കേട്ടോ. എല്ലാ പാട്ടുകളും അന്ന് കാലത്ത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് വീണുടഞ്ഞ താഴികക്കുടം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഈ പാട്ടില് കവിളിണയിൽ കുങ്കുമത്തില് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇന്ന് വരെ പിക്ചറൈസ് ചെയ്തേക്കുന്നതില്ല ഇത്രമാത്രം സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ആ വിഷ്വലും ആ പിക്ചറൈസേഷൻ ഉണ്ടല്ലോ. അപ്പുറത്തേക്കൊരു അത് ഓരോ ശബ്ദവും പ്രിയന അതിൻ്റെ അകത്ത് പിക്ചറൈസ് ചെയ്തിരുന്നത്. അതായത് ഓരോ ക്ലാപ്പ് പോലും അവസാനം അതായത് ലാല് ഇവളുടെ ചന്തിക്കടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സുകുമാരി ചേച്ചി തിരിച്ച്
ലാസ്റ്റ് ക്ലാപ്പ് എന്തൊരു അത് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടടി അല്ല വട്ട. അത് പിക്ചറൈസേഷൻ അത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് അടി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അതേപോലെ തന്നെയാണ് ഈ വീണുടഞ്ഞ താഴികക്കുടം തരാരരാര ആരെടുത്ത മാല കോർത്തു, അത് ഭയങ്കര രസമുള്ളതാ. എന്നിട്ട് പിന്നെ തീരങ്ങളിൽ തീർത്ത മൺകൂനയിൽ തീയൂതി ഊതി ഊതി പൂൻ തന്നെ അതിലെ ഒരു കുണുക്കിടുന്ന സാധനം അതിനകത്തല്ലേ കിടക്കണത്. പിച്ചളക്കുണുക്കുമിട്ട് പിച്ചളക്കുണുക്കുമിട്ട് വിൻരഥം കടന്ന് ഇത്ര വേഗം പോയി. അത് രസമുള്ള ഒരു, അതുപോലെ ആ പടം ഭയങ്കര സൂപ്പർ പടമായിരുന്നു. ആ പാട്ടിനൊക്കെ കിട്ടിയ ഒരു സാധനമുണ്ട്. നമ്മൾ യാത്രയാണല്ലോ, അത് യാത്രയുടെ ഒരു ഫീല് കിട്ടുന്നത്. വീണുപോയി. അപ്പൊ ഒരു ചെറിയ സാധനമുണ്ട്, അത് ഓർക്കണുണ്ടോ? പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം പവൻ എത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വീണ്ടത് കടന്നിത്ര വേഗമാഞ്ഞു പോയി. ദൂരെ നഭസിൽ നഭസിൽ ദൂരെ നഭസിൻ മേഘപടത്തിൻ മേലെ നിന്ന് ഉരുണ്ട് വീണ് താഴികക്കുടം. അത് അതിൻ്റെ അകത്ത് മുഴുവൻ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള തിങ്കിങ് അല്ലേ, വാക്കുകളാണെങ്കിലും. വീണുടഞ്ഞ താഴികക്കുടം അതെങ്ങനെയാണ് വീണതെന്നാണ് പിന്നെ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ എഴുതിയത് ട്യൂണുണ്ടാക്കാൻ എളുപ്പം. സത്യത്തിൽ ഇതൊക്കെ ഇപ്പൊ ഈ പാട്ട് ഒരു കൺട്രി ഫോക്ക് കൈൻഡ് ഓഫ് അമേരിക്കൻ കാർപ്പൻറ്റേഴ്സ് അവരുടെ എന്തൊക്കെയോ ഒരു എപ്പോഴും കേട്ടത് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ട്രെയിനല്ലേ, അപ്പൊ ശരി ഞാൻ ഇങ്ങനെയൊക്കെയാണ് പാടി കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ വരി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞ അക്രമമാണ്. അതും എന്തൊരു വിഷ്വലൈസ് ചെയ്യാവുന്ന എന്തൊരു മനോഹരമായിട്ടുള്ള വരികളാണ്. പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം. ട്രെയിനാണ് സബ്ജക്റ്റ്. കടന്നിത്ര വേഗം എങ്കുമാഞ്ഞു പോയി. അടിപൊളിയില്ലേ? കുണുക്കുമിട്ട് വിൻരഥം. രഥത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുണുക്കുകളുണ്ട്. ബ്യൂട്ടിഫുൾ. സോ അന്ന് അതൊക്കെ ഒരു ത്രില്ലായിരുന്നു കേട്ടോ ആ പാട്ട്. ഞാനിത് ട്യൂൺ കാലത്ത് കൊടുത്തിട്ട് പോയിട്ട് ഞാൻ റെക്കോർഡിങ്ങിന് പോയി, വയലിൻ വായിക്കാൻ പോയി. എന്നിട്ട് ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 8 മണിയായപ്പോൾ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഇയാൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വുഡ്ലാൻഡ്സിൽ സൈഡിലുള്ള മുറിയാണ്, സ്വിമ്മിംഗ് പൂളിന്റെ സൈഡ്, അതന്നെ സൈഡിലുള്ള മുറി. ഞാൻ അവിടെ ചെന്ന് എന്തായി ഒന്നും ആയിട്ടുണ്ടാവില്ല, നടക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ധരിച്ചിട്ട് ഞാൻ കയറി ചെല്ലുന്നത്. ഇതിൽ വേറെ ട്യൂൺ മാറ്റാൻ പറയും. അത് എടോ ഇതൊന്ന് പാടി നോക്കിയെന്ന് ഫസ്റ്റ് നോക്കിയപ്പോഴുള്ളൂ. ഓ ഞെട്ടിപ്പോയി ഞാൻ. വേറൊരു ജോണറിലുള്ള പാട്ടാണ് യവന കഥയിൽ നിന്ന് പറഞ്ഞ ഇടയ കന്യക എന്ന് പറയുന്നത്. ശബ്ദമൊക്കെ അതിന്റെ മുമ്പിലൊരു ചെറിയൊരു സാധനം ഉണ്ടല്ലോ. എന്നറിയോ, ടോട്ടലി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണിത്. പള്ളിയും അല്ലേ, പള്ളിയുടെ കൾച്ചറിന്റെ കോമ്പിനേഷൻ ആണ് ആ ലിറിക്ക് മുഴുവൻ. അങ്ങനെ തന്നെയാണ് അതില്. ഒന്ന് യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യക, യമുനയൊഴുകും വനികയിലെ വേണുഗായകൻ. ഇവരാണ് തമ്മിൽ കണ്ടത്. ഈ രണ്ട് കോൺസെപ്റ്റുകള്, ഈസ്റ്റേണും മറ്റേ ഇതായിട്ടുള്ള വെസ്റ്റേണുമായിട്ടുള്ള ഈ രണ്ട് കോൺസെപ്റ്റുകള് അതിലെ എല്ലാ പാട്ടുകളിലും കൃത്യമായിട്ട് ഇങ്ങനെ
എന്നാൽ കല്ല് കടിക്കാത്ത തരത്തിൽ ചേർക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള പരീക്ഷണമായിരുന്നു അതിന്. പാട്ടിൽ കല്ലുകടി ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടായിരുന്നു ആ പാട്ടിൽ. പൊരിഞ്ഞടി ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറുകപ്പുൽമേട്ടിലെ ഇടയ പെൺകൊടിയെ ആഹ മലർവാകച്ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ. അത് ഗംഭീര കമ്പോസിഷനാണ്. കറുകപ്പുൽ മേട്ടിലെ ഇടയ പെൺകൊടിയേ മഴ നനഞ്ഞവളെ മലർവാക അതൊരു ഒരു പ്രത്യേകതയാണ്. ചുവട്ടിൽ മഴ നനഞ്ഞു നിന്നവളെ. അപ്പൊ അത് വേറെ സാധനമാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഈറോട്ടിക് ടിഞ്ച് അതിൽ വന്നു വീഴും ആ ട്യൂണില്. അതാണ് ഞാൻ ഇയാളായിട്ട് പറഞ്ഞു ഉടക്കിയത്. കാരണം ഈ അന്ന എന്ന് പറയുന്ന സബ്ജക്ട് വളരെ ഡിവൈൻ ആയിട്ടുള്ള ലവ് ആണ്. അപ്പൊ അതിനിത് ചേരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കേട്ടവർക്ക് മുഴുവൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സാധനം. പക്ഷെ അത് പിന്നെ ഈ യമുന കഥയിൽ വന്നപ്പോൾ തന്നെ അതിനെന്തൊരു വല്ലാത്തൊരു കാച്ചിങ്. അതിന്റെ പല്ലവി ആൾസോ സോ ബ്യൂട്ടിഫുൾ. വരികളൊന്നും ഓർമ്മ വരുന്നില്ല. ഭയങ്കര രസമുള്ള സംഗതിയാണ് ഈ പാടിയത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇനി പുതിയതായിട്ട് കിട്ടില്ല, വേറെ ഒരെണ്ണം എടുക്കാൻ പറ്റില്ല. അതേപോലെ നല്ല മനോഹരമായിട്ട് അന്നെന്ന് പറഞ്ഞ എന്തൊരു സ്പിരിറ്റാന്നറിയോ ആ പാട്ടുണ്ടാക്കാനും. എനിക്കിപ്പോഴും അല്ല, അത് ഓരോ പാട്ടും നമ്മളിങ്ങനെ ത്രില്ലടിപ്പിക്കുകയും അത് എന്താ പറയണ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്റ്റസി പോലെയോ അങ്ങനെ. കാരണം അത്ര അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടെയാണ് കടന്നുപോയത്. ഫുൾ ഫ്രീഡമാണ്. അതായത് ഇതിന്റെ സംവിധായകൻ ജോഷി, അദ്ദേഹത്തിന് ഷിബുവിന്റെ മേലെ എൻ്റെ മേലെ ഭയങ്കര കോൺഫിഡൻസ്. അതായത് പക്ഷെ അദ്ദേഹം വരും പാട്ട് കേട്ടിട്ട് നല്ലതല്ലെങ്കിൽ ഉള്ളതല്ലേ, വലിയ അഭിപ്രായം ഒന്നും പറയില്ല. വെറുതെ പതുക്കെ കഴിഞ്ഞു, അവിടെ സാധനം പോയി. ജോഷി നമ്മുടെ മുകളിൽ വെച്ചിരുന്ന വിശ്വാസം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യതയും വലുതായിരുന്നു. കാരണം നമ്മളൊരാൾ അങ്ങേറ്റം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി, അവർ ചെയ്യുന്നതാണ് പെർഫെക്റ്റ്. നമ്മുടെ മുഖത്തേക്കാണ് ജോഷി നോക്കുന്നത്. ഓക്കെയാണോ എന്ന് പറയുന്ന ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന അന്ന് കേൾക്കുമ്പോൾ. പിന്നീട് എല്ലാവരും ഓരോരുത്തർ പോരെന്ന് പറയും യമുന കഥ അത് ഇതാണ് മറ്റേന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ പാട്ടുകൾ. പിന്നെ അതിൽ കുറെ ക്ലാസിക്കൽ സോങ്. പക്ഷെ എനിക്ക് എന്തോ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു പാട്ടാണ് ഈ അരയാലിലകൾ. അരയാലിലകൾ അഷ്ടപതി പാടും അരവിന്ദ നയനിൻ അമ്പലമുറ്റത്ത് ആത്മാവിലർച്ചന പുഷ്പവുമായി എൻ്റെ സോപാനം തേടി വന്ന വെള്ളരിപ്രാവു നീ അരയാലിലകൾ. അതിലെച്ചാരണോ പന്തീരടി പൂജ നേരം കഴിഞ്ഞു, നൈവേദ്യവും വാങ്ങി ആളും കൊഴിഞ്ഞു, തനിച്ചൊന്ന് കാണാൻ കൊതിച്ചു ഞാൻ നിൽക്കുമ്പോൾ എനിക്കായി മാത്രം ആ നട വീണ്ടും തുറന്നു. കൈതപ്പുറമാണ് ആദ്യം കേൾക്കുന്ന പുറത്തൊരാള്. കൈതപ്പുറം ഒന്ന് ഭയങ്കര അഭിപ്രായം പറഞ്ഞത്. അതേപോലെ എന്തേ കാണാന്നുള്ള ആ പാട്ടില്ലേ രണ്ടുപേരും, അത് നല്ല രസമുള്ള സോങ്ങാണ്. നമ്മുടെ മമത പാടിയില്ലേ ഇരവിൽ വിരിയും പോലെ, അത് ശിവചേട്ടനും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞു. ആ ഓരോ പാട്ടുകൾ നല്ല പാട്ടുകൾ തന്നെ. ആ ശ്യാം സാറിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ മൻമോഹന അത് നല്ല പാട്ട്. സ്വരൂപ ശ്രീകൃഷ്ണ. പലപ്പോഴും നമ്മളുടെ ഇന്റർവ്യൂസിലോ ഇതൊന്നും പറയുമ്പോഴും നമ്മൾ ശ്യാമിന് വേണ്ടി ചെയ്ത വർക്കുകൾ അധികം പറയാറില്ല. അത് കാരണം ഒന്ന് അതങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളായിരിക്കില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശ്യാം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത് കഷ്ണം ഒരു ചെറിയ കഷ്ണം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും.
പക്ഷെ എങ്കിൽ പോലും മമത പാടിയത് എനിക്ക് തോന്നുന്നു ഏത് സിംഗർ പാടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഫീലാ. ഓ, അത് ഈ അടുത്ത് കൂടെ അവർ ഏതോ ഒരു കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അന്ന് സ്റ്റേജിൽ കയറി പാടി ഈ പാട്ട്. കല്യാണം അവര് ഈ മറ്റേ ബൊമ്മക്കുലു വയ്ക്കുന്ന ഗസ്റ്റിനെ കുളിക്ക് ഞാനൊക്കെ പോയി. അപ്പൊ എന്നെ കണ്ട വഴിക്ക് ഇവര് സ്റ്റേജിൽ പോയിട്ട് ആ പാട്ടാ പാടി. ഇരവിൽ വിരിയും പൂ പോലെ പകലിൽ കൊഴിയും ഇതിൽ പോലെ. അതാണ് അതിന്റെ പഞ്ച്. അത് പുതിയ കാലഘട്ടത്തിലെ പാട്ടാണ്. അതേപോലെ ഈ മനോരഥങ്ങളില് ആ പടത്തില് നമ്മുടെ പാർവതി അഭിനയിച്ച പാതി മുറിഞ്ഞതിൽ പാട്ടിന്റെ മറുപാതിയായി ഞാൻ തീർന്നെങ്കിൽ, അത് നമ്മള് യഥാർത്ഥത്തിൽ അതിലൊരു പാട്ട് എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ അതിൻ്റെ അകത്തൊരു എന്താ പറയണ ഭാര്യർ കവിത ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ 1-2 വാക്കുകൾ മലയാളത്തില് വേണം എന്ന് പറഞ്ഞത്. അവസാനം എഴുതി കഴിഞ്ഞപ്പോഴാണ് അത് മലയാളം പാട്ടിന് ഇമ്പോർട്ടൻസ് വന്നത്. ശരിക്കും ഈ കോംബോ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ കോംബോ ആയിരിക്കില്ല വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പാട്ട് എഴുത്തുകാരനുണ്ട്, അങ്ങനെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ചിലരുമായിട്ടൊക്കെ ഇങ്ങനെ മാനസികമായി യോജിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഗിരീഷേട്ടൻ ഉള്ളപ്പോഴും ഷിബുചേട്ടനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗിരീഷേട്ടനുമായിട്ടാണല്ലോ കൂടുതൽ പാട്ട് ചെയ്തത്. അല്ല, ഗിരീഷ് കൈതപ്പുറം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പേഴ്സണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഞാനും ഷിബുവാണ്. അതെന്തോ ഐ ഡോണ്ട് നോ, അതങ്ങനെയാണ്. അതിലൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ 2-3 പ്രാവശ്യം അടി കൂടിയിട്ടുണ്ടോ? ഒന്ന് മറീന ബീച്ചിൽ ഒരു അടി തീർന്നത് പദം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കാറിന്ന് ഇറങ്ങിപ്പോയില്ലേ? അത് ഗിരീഷാണ് കാറിന്ന് ഇറങ്ങിപ്പോയത്. അല്ലല്ല, ഇതില്ലേ നമ്മള് അന്നയുടെ കമ്പോസിങ്ങിന് ആദ്യം നമ്മള് കറുകപ്പുൽമേട ഉണ്ടാക്കി എല്ലാവരും കേട്ടതായിട്ട് പോയി. അത് കഴിഞ്ഞ് മമ്മൂട്ടി എയർപോർട്ടിലെ യാത്ര അയച്ച് തിരിച്ചു വരുമ്പോഴ് ഞാനപ്പോ ഞാൻ പറഞ്ഞു ഇത് ഒരു ഈറോട്ടിക് ഇത് വന്നു ഇതിനകത്ത്. അപ്പൊ താൻ പറഞ്ഞു എല്ലാ പ്രണയവും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നു, എന്താ പറയണ പാലകൂത്തു ആ പന്ന പാട്ടാണോന്ന്. അങ്ങനെ നമ്മള് ആദ്യത്തെ പേരിലും മുട്ടൻ ഉടക്കുക. അത് നമ്മുടെ ആർഗ്യുമെന്റ് ചെയ്യിക്കാൻ പലതും പറയും. അത് എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടാണ് സത്യത്തില്. പക്ഷെ ആ സമയത്ത് അതൊക്കെ എന്ത് അങ്ങനെ വഴക്കിട്ട് ഇയാൾ വഴിയിൽ ഇറങ്ങിപ്പോയി. അപ്പൊ അന്ന് കമ്പോസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ഫുൾ ബോട്ടിൽ വിസ്കി ഞാൻ തനിയിരുന്ന് കഴിച്ചത് കുടിച്ചു. എനിക്ക് അന്നല്ലേ നമ്മള് എയർപോർട്ടിൽ വെച്ചിട്ട് മമ്മൂട്ടീനെ അതെ, മമ്മൂട്ടിയെ അന്ന് അമേരിക്കക്ക് പോവാണ്. അമേരിക്കയിലേക്ക് പോയി. താനൊക്കെ പോയി അടുത്ത് വന്ന് സംസാരിച്ചു. ഞാനിവിടെ നിന്നു. കാരണം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തില് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അങ്ങനെ നമ്മൾ ഭയങ്കര അടുത്ത് പരിചയം. ഷൂട്ടിങ്ങിൽ ഇവരൊക്കെ എപ്പോഴും കാണുന്നതാണ് ലൊക്കേഷനിൽ. ഞാൻ അങ്ങനെ കാണുന്നില്ല എപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പടങ്ങൾ. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനവിടെ നിന്നപ്പോൾ ജോഷ് സാറുണ്ട്, അദ്ദേഹം പോയിട്ട് അവരൊക്കെ വളരെ അടുത്ത ബന്ധം ചെയ്തു. അപ്പോൾ ഇയാൾ മമ്മൂട്ടി വന്നിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് ഇയാളും പോയി. ഞാൻ അവിടെ എയർപോർട്ട് വളരെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ SPBയുടെ സ്റ്റുഡിയോ ഉണ്ട് കോതണ്ടപാടി. അന്ന് അവിടെ വേറെ ഏതോ ഡബ്ബിങ്ങിനോ എന്തിനോ മുകളിൽ ഡബ്ബിങ് തിയേറ്റർ, അവിടേക്കും മമ്മൂട്ടി കയറി വന്നിട്ട് അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് റെക്കോർഡിങ് SPB സാറിൻ്റെ തന്നെ ഏതോ ഒരു പാട്ട് റെക്കോർഡിങ്ങിന് ഞാൻ മൈലിൽ വായിക്കാൻ പോയിട്ടില്ല. ഞാൻ പുറത്തിരിക്കുന്നു കസേരയിൽ. മമ്മൂട്ടി വരുമ്പോഴേക്കും ഞാൻ മമ്മൂട്ടി വരാം അങ്ങനെ കയറിപ്പോയി അതേ സ്പീഡ് അന്ന് എയർപോർട്ടിൽ വന്നിട്ട് എന്തേ മൈൻഡ് ചെയ്യാണ്ട് നിന്ന് തന്നെ. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കേ. നിങ്ങളുടെ അടുത്ത് ഡയറക്ടർ എല്ലാവരും പറഞ്ഞു അത് ശരിയായില്ല ചേട്ടാ. ഞാനത് എനിക്കത് ഇത്തിരി വിഷമായി എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊളി കയറി പോയിച്ചു. നമ്മളത് പോയി അതേ അല്ല നമ്മള് വെറുതെ ഒരു ചെറിയ 2 പാട്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ഈ ഇറക്കി വിട്ടതിന് ശേഷം പിന്നീട് രാവിലെ ഫോൺ അടിക്കുന്നു, ഞാൻ എടുക്കുന്നു. യവനകഥയുടെ ട്യൂൺ ഫോണിലൂടെ പല്ലവി പാടുന്നു. ഞാൻ ബോധം അപ്പോഴും തല നേരെ ആയിട്ടില്ല. അവിടെ തന്നെ കിടന്നിട്ടാണ്
ഇയാള് ല ല ല ല ല ല ല ല. ഇത് പാടുമ്പോൾ ഞാൻ ഇവിടെ തന്നെ കണ്ണുപോലും തുറക്കാതെ ഏവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യക, ഈ പെർഫെക്റ്റ് ആണ്. ബാക്കി പാടത്ത് അങ്ങനെ ഫോണിൽ കൂടെ ഈ പല്ലവി കഴിഞ്ഞു എന്ന് ഞാൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് ചരണമായിട്ട് വന്നത്. ചരണം എനിക്ക് പണിയായിട്ടാണ് വന്നത്, കാരണം ഒറ്റ ശ്വാസത്തിലാണ് ആ ചരണം. രാവിൽ കഴിഞ്ഞില്ല അവിടെ ഇത്രയും ചരണം ഒറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്യാപ്പ് ഇല്ലാന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റ സെന്റൻസ് ആണ് നമുക്ക് എഴുതേണ്ടി അത് വരുന്നത്. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ തലേ ദിവസം, ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ, ഞങ്ങള് ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് എല്ലാവരും ഓക്കെ പറഞ്ഞ സാധനം അത് മാറ്റാൻ പറയുമ്പോൾ ഞാനൊരു വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഓക്കെ, ഇത് ഉണ്ടാക്കുന്നവരെന്നത് മാറ്റാന്ന് പറഞ്ഞിട്ട്, അപ്പൊ എനിക്കത് അങ്ങോട്ട്, കാരണം ഇദ്ദേഹത്തിന് സ്ക്രിപ്റ്റിന്റെ കുറെ വർക്കും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബൈഹാർട്ടാണ്. അപ്പൊ അത്രയും അതല്ല, കുറച്ചും കൂടി അതിനോട് എന്താ പറയാ, ഒരു പ്രാരാബ്ധമുണ്ട്, അല്ലെങ്കിൽ അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്കില്ല, എനിക്കതൊന്നും അത്ര അറിയില്ലല്ലോ, സ്ക്രിപ്റ്റ് ഒന്നും അറിയില്ല, ഏതാണ്ട് ഒരു കഥയല്ലേ അറിയുള്ളൂ. അപ്പൊ ഇതേത് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, എത്രയൊക്കെ ഞാൻ വാശി പിടിച്ചിട്ട് അത് ശരിയില്ല അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങണമെങ്കിൽ അതിലൊരു ട്യൂൺ, വേറെ ട്യൂൺ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. അതിപ്പോഴും ഞാൻ എത്ര ആർഗ്യൂ ചെയ്താലും ഒരു റെക്കോർഡിംഗ് ബിറ്റാണെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഇത് ഗംഭീരമാണെന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇതൊരു ബിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അത് ഗംഭീരമാവുന്നത് ദൈവഭാഗ്യം, പക്ഷെ ഞാനത് ശ്രമിക്കും. ആ ശ്രമമായിരുന്നു അന്ന് രാത്രി നടന്നത്. പിറ്റേ ദിവസം കാലത്തേക്ക് ഞാൻ വിളിക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഏതാണ്? ഏഴിലും പാലപുത്തു പൂമരങ്ങൾ, എത്ര എന്താ അതിൻ്റെ ഒരു കണക്ഷൻ? ഏഴിലും പാലപുത്തു പൂമരങ്ങൾ കൂടവനിൽ വേളിമലയിൽ വേളിമലയിൽ യവന കഥയിൽ നിന്നുതിർന്ന ഇടയ കന്യകേ, തവന പൂത്ത വഴിയിൽ നിന്റെ വെറുതെ നിൽപ്പുനീ, രാവിൽ തിരി തര തരയവനക്ക തരത്താരി താരി. നിന്നെ കാണാൻ കണ്ണുകൾ പുണ്യം ചെയ്തു, നിന്നെ കാണാൻ കണ്ണുകൾ പുണ്യം ചെയ്തു, എഴിലം പാല. ആ നോട്ടടുത്ത് അതാണ്. ആ ഒരു നോട്ട് കൊണ്ടാണ് ഞാൻ ഇയാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു നോട്ട് അതിൽ ഉൾക്കൊള്ളിച്ചു. ഏഴിലമ്പാലയല്ലേ പറഞ്ഞേ, അതിലത്തെ ഒരു പ്രത്യേകിച്ച് ഒരു അന്യസ്വരം കയറി വരുന്നതാണ്. ഒരു പാട്ട് ഇങ്ങനെ മോഹനത്തിലോ അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഗാന്ധാരം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരുന്നു ആ പാട്ടിന്റെ ഭംഗി. അതേപോലെ ഇതില് നിന്നെ കാണാ ചെറിയ കാര്യം വലിയ കാര്യം അടിപൊളി. ഇതൊന്നും ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാള് ഇത് ഗംഭീരായിട്ട് എനിക്കറിയാലോ അത് പറയും, കാരണം മറ്റേ ഒരു പ്രേതായിട്ട് അടിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലാസിക് ആയിട്ട്. അതെ അതെ അതെ. അപ്പൊ നിങ്ങളുടെ കോംബോ ആണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. വേറൊരു പാട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ഒരു ഗംഭീര പാട്ട് ചെയ്തു, അടിപൊളി പാട്ട്. ചെമ്പനീർ ചെടി തൊഴുതു നിൽക്കുന്ന വാടിയിൽ പുലരി വന്നൊന്നു വെറുതെ തൊട്ടതും ഇതൾ വിരിഞ്ഞു പോയി കുളിരിലും പതിയെ നീ എന്നെ തൊട്ട മാത്രയിൽ പൂക്കളാകെ ശലഭങ്ങളായി അകലെ വിണ്ണിൻ്റെ ചെരുവിൽ ആ ശലഭങ്ങളോ മഴവില്ലുകളായി. ഒരാൾ തൊട്ടപ്പോഴ് പൂക്കളും ശലഭമായി, ഈ ശലഭങ്ങളോ
മഴവില്ലായിട്ട് മാറിയുന്നു പ്രണയം. അല്ല, ഇത് വേറൊരു ഇത്. ഞങ്ങൾ ഈ അടുത്ത് ഇപ്പം ഞങ്ങൾ വല്ലപ്പോഴേക്കേ പാട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പണ്ടത്തെ പാട്ട് എഴുത്തുകാരനും പാട്ട് കമ്പോസറും എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പം ഇറങ്ങാൻ പോകുന്ന ജനുവരിയിൽ ഇറങ്ങാൻ പോകുന്ന ബെസ്റ്റി എന്ന് പറഞ്ഞ സിനിമ, യങ്സ്റ്റേഴ്സിൻ്റെ സിനിമ, അത് അക്ബർ ട്രാവൽസ്, നാസറാണ് പ്രൊഡ്യൂസർ, ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ പയ്യനാണ് ഷാനു സമദ് എന്ന് പറഞ്ഞിട്ട്, മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകൻ നും പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ മകനും മെയിൻ റോൾസ് ചെയ്യുന്നത്. അപ്പം അതിലൊരു നല്ല പാട്ടുണ്ട്. അപ്പം ഇത് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഹ്യൂമറസ് ആയിട്ട് പറയാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതായത് അതങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം ഭയങ്കര സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം വീട്ടിൽ കാശ് കൊടുത്ത ആൾക്കാർ വിളിച്ച് പാട്ട് പാടിപ്പിക്കുക, വെറുതെ, ഒരു പ്രോഗ്രാമൊന്നും വേണ്ട, അത്രയും ഭയങ്കര താല്പര്യമാണ്. അദ്ദേഹം ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല, അത് ഒരു പാട്ട് മതി, പിന്നെയൊക്കെ അതിലും ഒറിജിനൽ സോങ്സ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാൾ ഇപ്പോൾ കൂടി നിർബന്ധിച്ച് പാട്ട് ചെയ്യാൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അക്ബർ ട്രാവൽസിൽ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഒരു വിസയുടെ കാര്യത്തിന് വിളിക്കുന്നു. അപ്പൊ എന്റെ വിസ എനിക്ക് പെട്ടെന്ന് വേണം. അപ്പൊ എനിക്ക് എന്റെ വൈഫിനും വിസ വേണം. അപ്പൊ അക്ബർ ട്രാവൽസിൽ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇയാളെയാണ് വിളിക്കുന്നത്, കാരണം ഇയാൾ എപ്പോഴും പറയുമ്പോഴേ അക്ബർ ട്രാവൽസ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, അക്ബർ ട്രാവൽസിന്റെ മാനേജറോ CEO ആയിട്ടൊരു സ്ത്രീ ഉണ്ട്, റിനി എന്നാണ് പേര്, ഞാൻ റിനി എടുത്ത് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ ആ നമ്പർ തന്നോളൂ. അങ്ങനെ റിനിയെ വിളിച്ചിട്ട് അവരുടെ ഓഫീസിൽ അതിന്റെ ചാർജുള്ള ആള് എനിക്ക് കണക്ട് ചെയ്ത് തരുന്നു. പക്ഷേ വിസയുടെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് അങ്ങ് നടന്നു. കൂട്ടത്തില് റിനി ഒരു കാര്യം പറഞ്ഞു, ഞാൻ നാസർ സാറിന്റെ അടുത്ത്, ഞങ്ങളുടെ ബോസിന്റെ അടുത്ത് നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവര് ഔസേപ്പച്ചനും ഷിബു ചക്രവർത്തിയൊക്കെ എത്ര പാട്ട് ചെയ്ത ആൾക്കാരാണ്, അവര് പണ്ട് ചെയ്ത പോലത്തെ ഒരു പാട്ടുണ്ടാക്കി തരാൻ പറ നമ്മുടെ പടത്തിലേക്ക്. അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ പുതിയ തരത്തിലുള്ള പാട്ടുകളൊന്നും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് പഴയ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷേ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ഒന്നുമില്ല, അങ്ങനെ ഒരു കറക്റ്റായിട്ട് രാഗം താനം പല്ലവി എന്നും പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഫീലുണ്ട്, ആ ഫീൽ അത് പഴയ ദേവരായ മാസ്റ്റർ ആ ഫീൽഡിലൊക്കെയുള്ള മെലോഡി സോങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രണയഗാനം, ഇത് ഷൂട്ട് ചെയ്യുന്നത് കുളു മണാലിയിൽ, ഒരു പ്രണയഗാനം വേണം. ശരി, പഴയ ടൈപ്പ് അതൊക്കെ ചെയ്യാലോ. എന്നിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഞാൻ പ്രണയഗാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് കുളു മണാലി അവിടുത്തെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ലിറിക്സും ട്യൂണുമായിട്ട് വളരെ ട്രെൻഡി ആയിട്ട് മോഡേൺ ചെറുപ്പക്കാരുടെ ഒരു പ്രണയഗാനമല്ലേ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ പാട്ടൊന്നുമല്ല വേണ്ടത്, കാരണം ഇത് വളരെ ട്രെൻഡി മോഡേൺ ആണ്, അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇപ്പോഴത്തെ പുതിയ പടത്തിൽ പുതിയ തരത്തിൽ പാട്ട് വേണം. ഞാൻ പറഞ്ഞു, അപ്പം ശരി, എന്ത് ടൈപ്പ് ആ പാട്ടാണ് വേണ്ടത്? ഞാൻ ഇത്തിരി ഗൗരവത്തോട് കൂടി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നല്ല പാട്ടാണ്, ഇത് കുളുമണാലിയിൽ ചെന്നിട്ട് ഈ പാട്ടാണ്, ഇതൊരു പാട്ട്. ഇല്ലെങ്കിൽ കൺമണി നീയൻ കരം പിടിച്ച, ഞാൻ പറഞ്ഞു ഇത് രണ്ടും നമ്മുടെ ബന്ധമില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളി, മുല്ലപ്പൂം പന്തലോ കവിളിലോ. അപ്പൊ ഈ പാട്ടുകളൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം പല വ്യത്യസ്തങ്ങളായത്. ഒരു പാട്ടും കൂടിയും പറഞ്ഞു, സ്വർണഗോപുര നർത്തകീ ശില്പം. വലിയ പ്രശ്നം എന്താ അറിയാം, ഞങ്ങൾ രണ്ടുപേരും ഞെട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലത്തെ ഒരു മെലഡി ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ഇവന്മാര് കിളവന്മാരായി ചുമ്മാതല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്ന പാട്ടുകളൊക്കെ ഉഗ്രം പാട്ടുകളാണ് അതാത് കാലങ്ങളിൽ. ഈ പാട്ടുകൾക്ക് തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല. അപ്പൊ ഇത് ഏതാണ് ഇതെല്ലാം കൂടിയിട്ട് പാട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഷിബുവിൻ്റെ അടുത്ത് അവസാനത്തെ ഷിബു ടോട്ടലി ഒരു മുസ്ലിം ടച്ചുള്ള ഫിലിമാണ്, ക്യാരക്ടേഴ്സൊക്കെ. ആക്ച്വലി ഇത് പടത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തലാഖ് ഇതാണ്. അപ്പം ഞാൻ ഷിബുവിനോട് വരി എഴുതണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷിബു പറഞ്ഞിട്ട്
വെള്ളമഞ്ഞിൻ്റെ തട്ടമിട്ടൊരു പെൺകിടാവ് പോൽ താഴ്വര. എവിടത്തെ? കുളുമണാലിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അതിന് വീഴും. പിന്നെ താഴ്വര. വെണ്ണിലാവിൻ്റെ തേരിലെത്തിയോൻ എൻ്റെ കൽബിലെ പാദുഷ. സോ ബ്യൂട്ടിഫുൾ. നിന്റെ ചുണ്ടുകൾ മുന്തിരിച്ചാറ് കൊണ്ടുവച്ച ചഷകങ്ങളായി എൻ്റെ കാതിൽ ഒമർ ഖയാമിൻ്റെ നല്ലൊരു ഈരടി മൂളി നീ. അയ്യോ ഒമർ ഖയാം മാറ്റുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ അയ്യോ മാറ്റല്ലേ ഒമർ ഖയാം എനിക്ക് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താനച്ച വെള്ളമഞ്ഞിൻ്റെ തട്ടമിട്ടൊരു പെൺകിടാവ് പോൽ താഴ്വര, വെണ്ണിലാവിൻ്റെ തേരിലെത്തിയോ എൻ്റെ കൽബിലെ പാദുഷ, നിന്റെ ചുണ്ടുകൾ മുന്തിരിച്ചാറ് കൊണ്ടുവച്ച ചഷകങ്ങളായി എൻ്റെ കാതിൽ ഒമർക്കയാമിൻ്റെ നല്ലൊരീരടി മൂളി നീ. വെള്ളമഞ്ഞിൻ്റെ തട്ടമിട്ടൊരു പെൺകിടാവ് പോൽ താഴ്വര. അപ്പോ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇത് ഇതിന്റെ ഒരു പ്രത്യേക ടങ് 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 എന്നൊരു പ്രത്യേക ഒരു ചന്തമാണ് ഇതിന്റെ, വൃത്തമാണ് ഇതിന്റെ ഇവരുടെ ഭാഷയിൽ. നിറയെ മൊട്ടിട്ട ചെമ്പനീർ ചെടി തൊഴുതു നിൽക്കുന്ന വാടിയിൽ പുലരി വന്നൊന്നു വെറുതെ തൊട്ടതും ഇതൾ വിരിഞ്ഞു പോയി കുളിരിലും. കുളിരായിട്ട് പോലും ഇതൾ വിരിഞ്ഞു. കുളുമണാലിയല്ലേ, കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കാണ്. അവിടെ എന്താ സൂര്യപ്രകാശം വരണമെങ്കിൽ ഒരു നേരത്തൊക്കെ ആയിരിക്കും എത്തുന്നത്. അല്ല അത് പെട്ടെന്ന് പറയാം, ഒത്തിരി ക്ലാസിക്കലാണ്. അതായത് ഇതിന്റെ വരികളെ നിറയെ മുട്ടിട്ട ചെമ്പനീർ ചെടി തൊഴുതു നിൽക്കുന്ന വാടി വിടർന്നിട്ടില്ല, പുലരി വന്നൊന്ന് വെറുതെ തൊട്ടതും ഇതൾ വിരിഞ്ഞു പോയി. കുളുമണാലിയിലായാലും എവിടെയായാലും അതാ ഇതൾ വിരിയും. ഇതാണ് ഇത് സംഭവം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് കയ്യിലിരിപ്പ് മനസ്സിലായില്ല. പിന്നെ നല്ലൊരു ട്യൂൺ ചെയ്തിട്ട് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പക്ഷെ അടുത്തത് ഫീമെയിൽ. പതിയെ നീ എന്നെ തൊട്ട മാത്രയിൽ പൂക്കളാകെ ശലഭങ്ങളായി. കഴിഞ്ഞില്ല. അകലെ വിണ്ണിന്റെ ചെരിവിൽ ആ ശലഭങ്ങളോ മഴവില്ലുകളായി. അത് നല്ലൊരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജ് വേണമെങ്കിൽ ആയിട്ട് അത് നല്ലൊരു ഇമേജിലേക്ക് മാറിപ്പോയി. എല്ലാ കയ്യിലിരിപ്പും കയ്യിലുണ്ട്. എന്തൊരു ഇമാജിനേഷൻ ആണെന്നറിയാം. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. മനസ്സിലായവർക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഈ പാട്ട് വരുമ്പോ ഈ വരികൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഈ പാട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു റെക്കോർഡ് ചെയ്തിട്ട്. അവിടെയാണ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദാറ്റ് പേഴ്സൺ. അദ്ദേഹം എന്നെ നേരിട്ട് വിളിക്കുക. സൂപ്പർ സോങ്. കാരണം അവർക്ക് വേണ്ടത് കൊടുത്തപ്പോൾ അവർക്ക് ഹീസ് ഹാപ്പി. എന്നാൽ ഈ പാട്ടുണ്ടാക്കാൻ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അതല്ലല്ലോ അവരുടെ തൊഴിൽ. അവർക്ക് അവരുടെ ചെറുപ്പത്തിലുള്ള നല്ല കുറേ പാട്ടുകൾ പറഞ്ഞു. അപ്പോൾ ആസ് എ കമ്പോസർ നമ്മൾ കൺഫ്യൂഷനായി. ഉടനെ തന്നെ മുല്ലപ്പൂം പന്തലോ പറഞ്ഞൊരു പാട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ പാട്ട് സ്വർണ്ണഗോപുരം പോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കസ്തൂരി മണി. അതൊന്നും പോയില്ല. നമുക്കൊരു പുതിയ, അതായത് ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത്, അല്ലേ? അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും കൊടുത്തു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഞങ്ങൾ ചെയ്തു. അതാണ് ഉണ്ടായത്. ഈ പാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഒരു വലിയൊരു മഹത്തരമായിട്ട് ഇതിപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയില്ലെങ്കിൽ അത് യാദൃശ്യമായിട്ട് അങ്ങനെ വന്നുപോയെന്നേ ഞങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും സംതിങ് വെരി ഗ്രേറ്റ്. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്യൂ. തീർച്ചയായിട്ടും. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, പൊളി വർത്താനമായിരുന്നു. ഓക്കെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.